മുംബൈയിൽ കടലിനുള്ളിൽ വിമാനത്താവളം വരുന്നു എന്ന് കേൾക്കുന്നു. എന്താ അതിനെക്കുറിച്ച്? അതായത് അവിടെ സാന്താക്രൂസ് വിമാനത്താവളം ഉണ്ട്, രാജ്യാന്തര ഛത്രപതി ശിവജി. പിന്നെ ഏപ്രിലിൽ നവി മുംബൈയിൽ, ഈ വരുന്ന ഏപ്രിലിൽ നവി മുംബൈ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഈ പൽഗർ എന്ന് പറയുന്ന സ്ഥലത്ത്, പൽഗർ ജില്ലയിലാണ് ഇനി മൂന്നാമത്തെ വിമാനത്താവളം വരുന്നത്. അത് കടലിൽ ഇപ്പോൾ ദ്വീപിലില്ല, കൃത്രിമമായിട്ടൊരു ദ്വീപ് ഉണ്ടാക്കും വിമാനത്താവളത്തിന് വേണ്ടി. എന്നിട്ട് ആ ദ്വീപിലാണ് വിമാനത്താവളം പണിയാൻ പോകുന്നത്. എന്ന് പറയുമ്പോൾ കടലിലൊരു ദ്വീപ് ആദ്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ലാൻഡ് റിക്ലെയിം ചെയ്യണം. എറണാകുളത്തൊക്കെ മറൈൻ ഡ്രൈവ് ഉണ്ടാക്കിയില്ലേ, കടലിൽ നിന്ന് മണ്ണെടുത്ത്. അങ്ങനെ കടലിൻ്റെ ഉള്ളിൽ മണ്ണെടുത്ത് ഒരു ദ്വീപ് ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ ഇതൊരു 10 കൊല്ലമെങ്കിലും പിടിക്കുന്ന പരിപാടിയാണിത്. പക്ഷെ അങ്ങനെയാണിപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി ഫഡ്നാവിസിൻ്റെ ആശയം വന്നിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ കരയിലല്ലാതെ ഒരു വിമാനത്താവളം വരാൻ പോകുന്നത്. അത് അവിടെ പാൽഗറിൽ വാധ്വാൻ എന്ന് പറഞ്ഞൊരു തുറമുഖമുണ്ട്. ആ തുറമുഖത്തിൻ്റെ അടുത്താണ് ഈ വിമാനത്താവളം വരിക. അപ്പോൾ ആ തുറമുഖത്തിനും അതിൻ്റേതായ ഗുണം കിട്ടും, വാധ്വാൻ എന്ന് പറഞ്ഞ തുറമുഖത്തിനും. ഇപ്പോഴത്തെ വിമാനത്താവളം ഉണ്ടല്ലോ സാന്താക്രൂസ്, അവിടെ നിന്ന് 120 കിലോമീറ്റർ ഉണ്ടാവും ഈ പാൽഗറിലെ ഈ ദ്വീപിലെ വിമാനത്താവളത്തിൽ. ഇപ്പോൾ ലോകത്ത് ഇങ്ങനെ കൃത്രിമ ദ്വീപ് ഉണ്ടാക്കിയിട്ട് വിമാനത്താവളങ്ങളുണ്ട്. അത് ആദ്യം വന്ന ഒരെണ്ണമാണ് ഹോങ്കോങ്ങിൽ. അവിടെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഇറങ്ങുമ്പോഴാണ് അതങ്ങനെ കടലിലാണ് എന്നുള്ളത് അറിയുന്നത് തന്നെ ആളുകൾ പറയുമ്പോൾ. ജപ്പാനിൽ കൻസായ് വിമാനത്താവളം അങ്ങനെയാണ്. ചൈനയിൽ അങ്ങനെ ഒരു വിമാനത്താവളം പണി പൂർത്തിയായി വരികയാണ്. ഡാലിയൻ ജിൻസോ ബേ രാജ്യാന്തര വിമാനത്താവളം. അത് വളരെ വലുതാണ് ചൈനയിൽ ചെയ്യുന്നത്. ചൈന ഒരിക്കലും ചെറുതായിട്ട് ചെയ്യില്ല എന്ന് രാഹുൽ ഗാന്ധിക്ക് തീർച്ചയായിട്ടും അഭിപ്രായമുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ ഈ വിമാനത്താവളത്തിന് പരിസ്ഥിതി അനുമതി കിട്ടിക്കഴിഞ്ഞു, പ്രതിരോധ വകുപ്പിൻ്റെ അനുമതിയും കിട്ടിക്കഴിഞ്ഞു. അത് രണ്ടും പ്രധാനമാണ്. ഇനി ആ പണിയിലേക്ക് കയറാം. മഹാരാഷ്ട്ര സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞതാണ്. ഈ വാധ്വാൻ തുറമുഖം എന്ന് പറയുന്നത് 76,000 കോടി രൂപ മുടക്കി ചെയ്യുന്നതാണ്. വലിയ പദ്ധതിയാണത് വാധ്വാൻ തുറമുഖം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ 10 തുറമുഖങ്ങളിലൊന്നാണ് ഈ പാൽഗറിലെ വാധ്വാൻ തുറമുഖം. ഈ ഓഗസ്റ്റിലാണ് മോദി അതിന് കല്ലിട്ടത്, ഈ വാധ്വാൻ തുറമുഖത്തിന്. 2024 ഓഗസ്റ്റിൽ 2 ഘട്ടമായിട്ടാണ് പണിയുന്നത്. ആദ്യത്തെ ഘട്ടം 2030 തീരും, രണ്ടാമത്തെ ഘട്ടം 2039. അപ്പോൾ ഇനിയുണ്ട് അതിന് സമയം. അപ്പോൾ കഴിഞ്ഞ കൊല്ലമാണ് ഫഡ്നാവിസ് ഇങ്ങനെ ഒരു കൃത്രിമ ദ്വീപ് ഉണ്ടാക്കി വിമാനത്താവളം പണിയുന്ന ആശയം നമുക്ക് പൂർത്തിയാക്കാം എന്ന് പറഞ്ഞത്. അത് ഇങ്ങനെ കടലിൽ നിന്ന് റീക്ലെയിം ചെയ്തെടുക്കുന്ന സ്ഥലത്തായിരിക്കും എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ സാന്താക്രൂസും നവി മുംബൈയും ഒക്കെയും ശേഷം മൂന്നാമത്തെ വിമാനത്താവളമാണ് മുംബൈയിലെ. അപ്പോൾ ഉദ്ധവ് താക്കറെ ഇങ്ങനെ ഒരു ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒരു മൂന്നാമത്തെ വിമാനത്താവളത്തിൻ്റെ ആശയം ഉണ്ടായിരുന്നതാണ്. പക്ഷേ അത് കടലിൽ കൃത്രിമ ദ്വീപ് ഉണ്ടാക്കിയിട്ടെന്നുള്ളതായിരുന്നില്ല. കെൽവ മാഹിം മേഖലയിലോ അല്ലെങ്കിൽ ധബ്ചാരി മേഖലയിലോ ഒരു വിമാനത്താവളം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത്. അത് രണ്ടും ഈ പാൽഗർ ജില്ലയിൽ തന്നെയാണ്. ജില്ല മാറിപ്പോയിട്ടില്ല. ഈ പാൽഗർ ഒരു 2 കൊല്ലം മുമ്പ് ആ കോവിഡ് കാലത്തോ ഒക്കെ വാർത്തയിൽ വളരെ ദിവസങ്ങൾ തങ്ങി നിന്നിരുന്ന ഒരു സ്ഥലമാണ് ഈ പാൽഗർ. ഒരു സന്യാസിയെ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വെച്ച് ആരൊക്കെയോ കൊലപ്പെടുത്തിയതിനെ തുടർന്നിട്ട് വാർത്തയിൽ വന്ന സ്ഥലമായിരുന്നു അത്. 2013 ഈ നെതർലാൻഡ്സ് എയർപോർട്ട് കൺസൾട്ടൻസ് മുംബൈയിൽ വന്നിരുന്നു. 2013 10 കൊല്ലം മുമ്പ്. അതിൻ്റെ റീജിയണൽ മാനേജർ ജോറി ഓൾമാൻ ആണ് ആദ്യമായിട്ട് ഇങ്ങനെ കൃത്രിമ ദ്വീപ് ഉണ്ടാക്കി ഒരു വിമാനത്താവളം പണിയാം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത്. അപ്പോൾ അന്ന് ഉദ്ദേശിച്ചിരുന്നത് ജവഹർലാൽ നെഹ്റു തുറമുഖത്തിന് വടക്ക് എന്നാണ് ഉദ്ദേശിച്ചിരുന്നത് ആ കാലത്ത്.
അത് കോൺഗ്രസിൻ്റെ ഒക്കെ കാലമല്ലേ 2013. അപ്പോൾ പുതിയ തുറമുഖം ഈ പറഞ്ഞ പോലെ കൃത്രിമ ദ്വീപൊക്കെ ഉണ്ടാക്കി വിമാനത്താവളം വരാൻ ഒരു ദശകം എടുക്കും. പക്ഷേ എന്താ അതിൻ്റെ ഗുണം? എന്നാലും 10 കൊല്ലം എന്ന് പറയുന്നത് ഒരു കാലയളവല്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ കടലിന്. കടലിന് പ്രതിഷേധിക്കാൻ ആരുമില്ല, കുടിവെക്കാനും ആരുമില്ല. സ്ഥലം ഏറ്റെടുക്കാനാണ് എപ്പോഴും പ്രശ്നം വരിക. സ്ഥലം ഏറ്റെടുക്കൽ പ്രശ്നമായിട്ടാണ് പലപ്പോഴും 20 കൊല്ലം 30 കൊല്ലം ഒക്കെ എടുക്കുന്നത് ഓരോ പദ്ധതി. ആ പ്രശ്നവും ഇല്ല. അപ്പോൾ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് കഴിഞ്ഞാൽ ഏറ്റവും വലിയ തിരക്കുള്ള എയർപോർട്ടാണ് മുംബൈയിലെ ഛത്രപതി ശിവജി രാജ്യാന്തര വിമാനത്താവളം. അപ്പോൾ ആ തിരക്ക് കുറയ്ക്കാനും കഴിയും പുതിയ വിമാനത്താവളം വരുമ്പോൾ. 2024 ഒക്ടോബറിൽ മുംബൈ വിമാനത്താവളത്തിൽ 31.6 ലക്ഷം പേര് ഈ ആഭ്യന്തര വിമാനത്താവളത്തിൽ യാത്രക്കാരായിട്ട് വന്നിരുന്നു എന്നാണ് കണക്ക്. 900 വിമാനങ്ങൾ ഒരു ദിവസം സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ താമസം. പല വിമാനങ്ങളും വരാനും ഇറങ്ങാനും ഒക്കെ താമസമുണ്ട്. ഇത്രയും വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. 58% ഡിലേക്കും വിമാനങ്ങളുടെ ഡിലേക്ക് കാരണം ഈ തിരക്കാണ് എന്ന് റിപ്പോർട്ടുകളിലുണ്ട്. റൺവേ കപ്പാസിറ്റിയിൽ റൺവേയുടെ ശേഷി അതിൻ്റെ അപ്പുറമാണ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന വിമാനങ്ങൾ. 900 വിമാനങ്ങൾ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ചൈന ചെയ്യുന്നത് ചൈനയുടെ വടക്ക് കിഴക്കൻ മേഖലയിലാണ് ഈ ഡാലിയൻ ജിൻസോ എന്ന് പറയുന്ന വിമാനം കൃത്രിമ ദ്വീപുണ്ടാക്കി കടലിൽ പണിതുകൊണ്ടിരിക്കുന്നത്. അത് മനുഷ്യനിർമ്മിതമായ ദ്വീപിലെ ഏറ്റവും വലിയ വിമാനത്താവളമായിരിക്കും ചൈനയിലേത്. 20 ചതുരശ്ര കിലോമീറ്ററാണ് ദ്വീപിൻ്റെ വിസ്തൃതി. 20 ചതുരശ്ര കിലോമീറ്റർ. 4 റൺവേകളുണ്ടാവും. പിന്നെ 9 ലക്ഷം ചതുരശ്ര മീറ്റർ ടെർമിനൽ ആണ് പണിയുന്നത് അവിടെ. 2035 അത് തീരുക. 2035. അപ്പോൾ ഏതാണ്ട് ആ സമയമൊക്കെ ആകുമ്പോൾ മുംബൈയിലെ ഇതും തീരുമാനിക്കും. നമ്മുടെ അത്ര വലുതല്ലല്ലോ. അവിടെ 800 മില്യൺ യാത്രക്കാരെ കൈകാര്യം ചെയ്യും ചൈനയുടെ വിമാനത്താവളം. 5,40,000 ഫ്ലൈറ്റുകൾ ഒരു വർഷം കൈകാര്യം ചെയ്യും എന്നും കണക്കുണ്ട്. അപ്പോൾ ഈ ഹോങ്കോങ്ങിൽ ആദ്യം കടലിൽ ഇങ്ങനെ ദ്വീപുണ്ടാക്കി പണിതിരിക്കുന്നത് 12.48 ചതുരശ്ര കിലോമീറ്ററാണ്. അത് കൻസായി 10.5 ചതുരശ്ര കിലോമീറ്ററാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ കൃത്രിമ ദ്വീപുകളിലുള്ള വിമാനത്താവളങ്ങളിൽ തന്നെ 2-3 ഇപ്പോൾ ലോകത്തുള്ളൂ. അതിൽ തന്നെ ഇന്ത്യയിലെ സ്ഥാനം പിടിക്കുകയാണ് ഇപ്പോൾ മുംബൈയിലെ ഈ വിമാനത്താവളം വരുമ്പോൾ. 2035 നമുക്ക് അങ്ങനെ ഒരു വിമാനത്താവളം കൂടെ ഇന്ത്യയുടെ ഭാഗമാവും. അതെ, അടുത്ത തലമുറ ആളുകൾക്കൊക്കെ അങ്ങനെ ഒരു അത് ഹോങ്കോങ്ങിലൊക്കെ ഈ ലാൻഡ് ചെയ്യുമ്പോഴൊക്കെ അത് അത്യാവശ്യം വൈദഗ്ധ്യം വേണ്ടതാണെന്നൊക്കെ പറയാറുണ്ട് ആ എയർപോർട്ടിലൊക്കെ. ഈ കാരണം ചുറ്റും ദ്വീപുണ്ടാക്കിയാലും ചുറ്റും കടലാണ് ഇതിൻ്റെ. അത് അത്ര വലിപ്പമുള്ളത് ഒന്നുമല്ല. അപ്പം അത് ലാൻഡിങ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ അത് ശീലത്തിൻ്റെ ഭാഗവും അനുഭവത്തിൻ്റെ ഭാഗവുമായിട്ടൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. കുറേയും കൂടി വിസ്തൃതമായിട്ട്. ഇപ്പോൾ ചൈനയിലത്തതൊക്കെ വളരെ വിസ്തൃതമായിട്ടാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 5,40,000 ഫ്ലൈറ്റുകൾ ഒരു കൊല്ലം കൈകാര്യം ചെയ്യുന്നൊക്കെ പറയുമ്പോൾ വളരെ വിപുലമായിട്ടാണ് അവരത് ആലോചിക്കുന്നത്. ഒരാഗോള തലസ്ഥാനം പോലെ തന്നെയാണ് ചൈനയൊക്കെ ആലോചിക്കുന്നത്. മുമ്പ് നമ്മുടെ വ്യവസായ തലസ്ഥാനമാണ്. അതുകൊണ്ട് മുംബൈയിൽ വളരെ നേരത്തെ തന്നെ 3ാമത്തെ ഒരു എയർപോർട്ട് ആകാമായിരുന്നതാണ്. കാരണം അത്രയും തിരക്ക് ഛത്രപതി ശിവജി ഇൻ്റർനാഷണൽ എയർപോർട്ടിലുണ്ട്. കണക്ഷൻ ഫ്ലൈറ്റ്സ് പിടിക്കാനും ഒക്കെ ആഭ്യന്തര ടെർമിനലിൽ പോയി പിന്നെ കണക്ഷൻ ഫ്ലൈറ്റ് രാജ്യാന്തര ടെർമിനലിൽ നിന്ന് പിടിക്കാനും ഒക്കെ പോകുന്ന ആളുകൾക്ക് ധാരാളം ഉള്ള ഒരു എയർപോർട്ടാണ് മുംബൈ എയർപോർട്ട്. അപ്പോൾ നമുക്ക് 2035 നമുക്കൊരു ദ്വീപിൻ്റെ ഉള്ളിലുള്ള ഒരു എയർപോർട്ട് കൂടി നമുക്ക് വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.